ഹലോ, നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിലെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ആദ്യമേ തന്നെ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. Linked list is a linear collection of elements called nodes. Here the linear order is given by means of pointers. അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലീനിയർ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പൊ എന്താണ് ആദ്യം ലീനിയർ കളക്ഷൻ എന്ന് നോക്കാം. ലീനിയർ കളക്ഷൻ എന്ന് പറയുമ്പോൾ ആ കളക്ഷനിലെ എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏതെങ്കിലും ഒരു എലമെന്റിനെ ആദ്യത്തെ എലമെന്റ് എന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ ആ എലമെന്റിന്റെ ഒരു അവസാനത്തെ എലമെന്റും കാണും. അതൊരു ഫൈനൈറ്റ് കളക്ഷൻ ആയിരിക്കും. അതുപോലെ ആദ്യത്തേതും അവസാനത്തേതും അല്ലാത്ത ഏതൊരു എലമെന്റ് എടുത്താലും അതിന് തൊട്ട് മുമ്പും അതിന് തൊട്ട് ശേഷവും എലമെന്റ്സ് ഉണ്ടാകും. ഈ ഓരോ എലമെന്റിനെ നമ്മൾ നോഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഈ ലീനിയർ കളക്ഷൻ ഇതുപോലെ നമ്മൾ മറ്റൊരു ലീനിയർ കളക്ഷൻ ഓഫ് എലമെന്റ്സ് പഠിച്ചിട്ടുണ്ട്. അറേ എന്ന് പറയുന്ന ഒരു ലീനിയർ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ്. അവിടെ ഈ ലീനിയർ ഓർഡർ എങ്ങനെയാ പറയുന്നത് വെച്ചാൽ അറേയുടെ എലമെന്റ്സ് എല്ലാം കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ എലമെന്റ് സ്റ്റോർ ചെയ്തു, അതിന്റെ തൊട്ടടുത്തുള്ള പൊസിഷനിൽ രണ്ടാമത്തെ എലമെന്റ് സ്റ്റോർ ചെയ്യും. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെയല്ല. ഒന്നാമത്തെ എലമെന്റ് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തു, രണ്ടാമത്തെ എലമെന്റ് വേറെ ഏതോ സ്ഥലത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ലീനിയർ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റിൽ ആ രണ്ടാമത്തെ എലമെന്റ് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ അഡ്രസ്സ് ഒന്നാമത്തെ എലമെന്റിനോടൊപ്പം ചേർത്ത് വയ്ക്കും. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഈ ഒരു നോഡ് എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റിലെ ഒരു നോഡ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്ന ഭാഗവും പിന്നെ അടുത്ത നോഡിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന നെക്സ്റ്റ് പോയിന്റർ എന്ന് പറയുന്ന ഭാഗവും. ഇപ്പൊ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത്രയും എഴുതി ഈ ഒരു ഫിഗർ വരച്ചാൽ മതിയാവും. ഇനി ഇതിന്റെ ടൈപ്സ് നോക്കാം. മെയിൻ ആയിട്ട് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ലിങ്ക് ലിസ്റ്റിനെ ഡിവൈഡ് ചെയ്യാം. ഇതില് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ആദ്യത്തെ ഫിഗറിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ നോഡും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒന്നാമത്തെ നോഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. അതിന്റെ മീനിങ് ഇതാണ്. ഇതിനെ നമുക്ക് ലിങ്ക് എന്ന് വിളിക്കാം. മീനിങ് ഇതാണ്, രണ്ടാമത്തെ നോഡിന്റെ അഡ്രസ് ഈ നെക്സ്റ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 നിന്ന് 3 ഒരു ആരോ ഉണ്ട്. അതായത് മൂന്നാമത്തെ നോഡിന്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി 3 നിന്ന് 4 ഒരു ആരോ ഉണ്ട്. അതിന്റെ മീനിങ് നാലാമത്തെ നോഡിന്റെ അഡ്രസ് 3 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി 4 നിന്ന് എങ്ങോട്ടും ഒരു ആരോ ഇല്ല, അതായത് അഞ്ചാമതൊരു എലമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ നാലാമത്തതിന്റെ അടുത്ത പാർട്ട്, അതായത് നെക്സ്റ്റ് പാർട്ട്, അവിടെ നൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. നൾ എന്നുള്ള കീവേഡ് അവിടെ ഇനി ലിസ്റ്റ് അവിടെ തീർന്നു എന്നുള്ളതാണ്. ഇപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലാസ്റ്റ് എലമെന്റിന്റെ നെക്സ്റ്റ് പാർട്ട് നൾ ആയിരിക്കും. നെക്സ്റ്റ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് നോക്കാം. ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എല്ലാ നോഡും 3 ഭാഗങ്ങളുണ്ട്. ഒരു പ്രീവിയസും പിന്നെ ഡേറ്റയും പിന്നെ നെക്സ്റ്റും. അതില് പ്രീവിയസ് എന്ന് പറഞ്ഞാൽ മുന്നേ ഉള്ള നോഡിന്റെ അഡ്രസ്സും, ഡേറ്റ എന്ന് പറഞ്ഞാൽ നേരത്തതുപോലെ ഇൻഫർമേഷൻ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത നോഡിന്റെ അഡ്രസ്സും. അങ്ങനെ ഇവിടെ 2 ആരോ ഉണ്ട്, അല്ലെങ്കിൽ 2 ലിങ്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡബ്ലി ലിങ്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ സിംഗ്ലി ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആരോയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഡബ്ലി ലിങ്ക് എന്ന് പറയുമ്പോൾ എല്ലാ നോഡിലും 2 ആരോ വീതം ഉണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡബ്ലി ലിങ്ക് ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡിൽ വരുമ്പോൾ നെക്സ്റ്റ് പാർട്ട് നള്ള് തന്നെ ആയിരിക്കും. ഇനി ലാസ്റ്റ് വരുന്ന സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് വരുമ്പോ ഇതിപ്പോ ഞാൻ സിംഗ്ലി ലിങ്ക് ലിസ്റ്റിന്റെ സർക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ പാർട്ട്, നെക്സ്റ്റ് പാർട്ട് ഓരോ നോഡിനും ഉണ്ട്. ഏറ്റവും അവസാനത്തെ നോഡിൽ മാത്രം ഒരു വ്യത്യാസം. സിംഗ്ലി നോക്കിയപ്പോൾ എന്തായിരുന്നു, ഏറ്റവും അവസാനത്തെ നോഡിൽ നൾ വാല്യൂ ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും അവസാനത്തെ നോഡില് നൾ വാല്യൂ ഇല്ല. പകരം അവിടുന്ന് ഒരു ആരോ ഫസ്റ്റ് നോഡിലേക്ക് പോയിരിക്കുന്നു. അതായത് ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ആണ് ഈ ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്.
അവിടെ നിന്ന് കറങ്ങി ഒരു ലിങ്ക് ഇങ്ങ് വന്നു. ഇതിനെയാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോമൺ ആയിട്ട് എല്ലാ ലിങ്ക് ലിസ്റ്റിന്റെയും ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് ഒരു സ്പെഷ്യൽ പോയിന്ററിൽ സ്റ്റോർ ചെയ്തിരിക്കും. ദ ഹെഡ് എന്നാണ് ആ പോയിന്ററിന്റെ പേര്. എല്ലാ ലിങ്ക് ലിസ്റ്റിന്റെയും ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് ഹെഡിൽ സ്റ്റോർ ചെയ്തിരിക്കും. അപ്പൊ ഇതാണ് ലിങ്ക് ലിസ്റ്റിന്റെ ടൈപ്പ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓരോ ലിങ്ക് ലിസ്റ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഓപ്പറേഷൻസും ഒക്കെ പഠിക്കാനുണ്ട്. താങ്ക് യു.